ഈ തീവ്ര വലതുപക്ഷത്തിന്റെ പ്രതിനിധിയായ, പലപ്പോഴും അത്തരം ആശയങ്ങളുമായി ചാനലുകളിൽ കാണാറുള്ള ശ്രീജിത്ത് പണിക്കർ, അദ്ദേഹം എത്ര മനോഹരമായിട്ടാണ് ആളുകളെ ഭയപ്പെടുത്തുന്ന കളവുകൾ പറയുന്നത്. എങ്ങനെയാണ് നിങ്ങളെപ്പോലെയുള്ള മാധ്യമ പ്രവർത്തകർക്ക് ഇത്ര നിസ്സംഗമായി അത് കേട്ടിരിക്കാൻ കഴിയുന്നത്? പ്രശ്നം വഖഫ് നിയമം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇവിടെയുള്ള ആളുകളുടെ ഇതര മതസ്ഥരുടെ സ്വത്തുക്കളൊക്കെ കൊള്ളയടിക്കാൻ പറ്റുന്ന, നമ്മൾ ഇരുന്നിടത്ത് നിന്ന് ഇത് വഖഫ് സ്വത്താണ് എന്നൊരാൾ വിചാരിച്ചാൽ അത് വഖഫാകുന്ന കാട്ടു നിയമമാണ് വഖഫ് ബോർഡിൽ ഉള്ളത് എന്ന പ്രചരണമാണ് അദ്ദേഹത്തെ പോലെ ചില തീവ്ര ക്രിസ്ത്യൻ സംഘടനകൾ ഉൾപ്പെടെ കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തിൽ ഉടനീളം നടത്തിക്കൊണ്ടിരിക്കുന്നത്. എടാ നാറി, നിനക്ക് നാണമുണ്ട്? എന്റെ പൊന്നു കുഞ്ഞ, ഇക്കാലത്ത് ഒരുത്തനെയും വിശ്വസിച്ചൂടാ. വേഷം മാറിയ ഇപ്പൊ മോഷണം. അങ്ങനെ ഏത് കേസാണ് ഇവിടെ നടന്നിരിക്കുന്നത്? ഇപ്പൊ സമീപകാലത്ത് ചർച്ച ചെയ്യപ്പെടുന്ന മുനമ്പം കേസിന്റെ വസ്തുത അങ്ങനെയാണോ? ഞാൻ പറയുന്നത് മുനമ്പത്തിന്റെ കേസിൽ ആളുകൾ ഇറക്കി വിടണം എന്നൊന്നുമല്ല, അത് നിയമത്തിന്റെ വഴിയിൽ തീരുമാനമാകട്ടെ. പക്ഷെ ഇത്തരം കേസുകളുടെ മറവിൽ മുസ്ലിം സ്ഥാപനങ്ങൾക്കെതിരെ അല്ലെങ്കിൽ മുസ്ലിങ്ങളുമായി ബന്ധപ്പെടുന്ന ഇത്തരം ബോർഡുകൾക്കെതിരെ അങ്ങേയറ്റം നീചമായ, വ്യാജമായ, ഇസ്ലാമോഫോബിക്കായ പ്രചാരണങ്ങൾ പലപ്പോഴും തീവ്ര വലതുപക്ഷവും തീവ്ര ക്രിസ്ത്യൻ സംഘടനകളും നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തോ അലമ്പുണ്ടാക്കാൻ വന്നിരിക്കുക. അത്തരം ആളുകൾ തന്നെയാണ് ഈ വഖഫിന്റെ കേസിൽ പോലും മുൻകൈ എടുത്തു നിൽക്കുന്നത്. ഈ മുനമ്പത്തിന്റെ കാര്യത്തിലാണെങ്കിൽ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി വി ഡി സതീശന്റെ നിലപാടും അത് തന്നെയാണ്. ശ്രീ ജവാദ് മുസ്തഫാവി, ശ്രീ വി ഡി സതീശൻ പറഞ്ഞതും ഇതേ കാര്യം തന്നെയാണ്. വഖഫ് ഭൂമി അല്ല മുനമ്പം എന്നാണ് അദ്ദേഹത്തിന്റെ നിലപാടും. അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ പരസ്യമായിട്ട് നിലപാടെടുത്തയാളാണ്. അപ്പോൾ അദ്ദേഹവും ഇക്കാര്യത്തിൽ തീവ്ര നിലപാട് സ്വീകരിക്കുന്നയാളാണോ? ആ നിലപാടിന് അന്ന് തന്നെ ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു. കാരണം അദ്ദേഹത്തിന്റെ നിലപാടിനെ ഇവിടെയുള്ള ഇതര മുസ്ലിം ലീഗിലെ പോലും എല്ലാ നേതാക്കളും അംഗീകരിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, കെ എം ഷാജിയെ പോലെയുള്ള ആളുകൾ തന്നെ അതിനെ തള്ളി പറഞ്ഞിട്ടുണ്ട്. മുനമ്പം വഖഫ് ഭൂമിയാണോ അല്ലേ എന്നത് വി ഡി സതീശനോ പിണറായി വിജയനോ തീരുമാനിക്കേണ്ട ഒന്നല്ല. മുനമ്പം വിഷയത്തിൽ ഞങ്ങളുടെ നിലപാട്, മുനമ്പം വിഷയത്തിൽ യഥാർത്ഥ പ്രതി ഫറൂഖ് കോളേജാണ്. അവരാണ് വഖഫ് ഭൂമി സാധാരണക്കാരായ ആളുകളിൽ നിന്ന് പണം വാങ്ങി വിറ്റത്. അവരെയാണ് ഇതിൽ പ്രതി അതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ, അത് സംരക്ഷിക്കുന്ന കാര്യത്തിൽ ഇവിടെയുള്ള മുസ്ലിം സമുദായത്തിനോ മതേതര സമൂഹത്തിനോ ഒന്നുമില്ലാത്ത ഒരു അമിത താല്പര്യം തീവ്ര വലതുപക്ഷ സംഘടനകൾക്കും തീവ്ര സ്വഭാവമുള്ള ക്രൈസ്തവ സംഘടനകൾക്കും മാത്രം കാണുന്നതിനെ, ബി.ജെ.പിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റിന് വഖഫ് ബോർഡിന്റെ സംരക്ഷണത്തിന്റെ കാര്യത്തിൽ ഇത്രയധികം ജാഗ്രത കാണുന്നതിനെ നമ്മൾ അങ്ങേയറ്റം നല്ല മനസ്സോടെ കാണണം എന്ന് പറയുന്നതിൽ പന്തികേട്. മുനമ്പം വഖഫാണെന്ന് ആദ്യമായിട്ട് പറഞ്ഞത് ഒരു ഭീകര പ്രസ്ഥാനത്തിന്റെ ഒരു പത്രമാണ്. ഇന്ന് ആ പത്രം ഇല്ല എന്നോർക്കണം. അപ്പോൾ വർഗീയവാദികളും ഭീകരവാദികളും ചേർന്ന് ചില മതനിയമങ്ങൾ അടിച്ചേൽപ്പിച്ച് ഇവിടെയുള്ള മനുഷ്യരെ ഇതുപോലെ നിസ്സഹായരാക്കി നിർത്തിയിരിക്കുക. ഞാൻ അതിന്റെ ഇടയിൽ ഒന്ന് ഇടപെടുകയാണ്. അവര് മുനമ്പം വഖഫാണെന്ന് പറയാൻ കാരണം അദ്ദേഹത്തിന് സംസാരിക്കാം. അവര് മുനമ്പം വഖഫാണെന്ന് വഖഫല്ല എന്നാണ് ഇവർ പറയുന്നത്. അവിടുത്തെ മുനമ്പം നിവാസികൾ പറയുന്ന വഖഫാണ് എന്ന് വാദിച്ചു വന്ന ആളുകൾ വഖഫാണെന്ന് വാദിക്കാൻ പറയാനുള്ള സമയമാണെന്നാണ് എന്റെ വിചാരം. ഇതാണ് ഫാഷിസ്റ്റ് നടപടി. അല്ല പറഞ്ഞേ ഉള്ളൂ. പലപ്പോഴും ഞാൻ ഈ ചാനൽ ഫ്ലോറുകളിൽ പലപ്പോഴും തീവ്ര വലതുപക്ഷത്തിന്റെ ആളുകൾ വന്ന് എന്തൊക്കെയോ വിളിച്ചു പറയുന്നതിൽ നിന്ന് മാറി പോയിന്റ് ബൈ പോയിന്റ് സംസാരിക്കാം. അതുകൊണ്ടാണ് ഞാൻ കൃത്യമായി ഇതാണ് ഫാഷിസം. പ്രചരണങ്ങൾ ഇതാണ് അസഹിഷ്ണുത. സമാധാന മതത്തിന്റെ ആളല്ലേ? ക്ഷമിക്കൂ, സംസാരിച്ചോളൂ. എന്താണ് അവര് വഖഫ് പറയാനും വഖഫാണെന്ന് പറഞ്ഞാലും സമാധാന മതത്തിന്റെ വക്താവല്ലേ? മറ്റേ ഞങ്ങളല്ലേ തീവ്ര വലതുപക്ഷം, ഞങ്ങളല്ലേ ഫാഷിസ്റ്റ്. സമാധാന മതത്തിന്റെ ആള് ഞങ്ങള് ഫാഷിസ്റ്റും അല്ലേ? അപ്പൊ അങ്ങ് മിണ്ടാതിരിക്കും. പറഞ്ഞ് സംസാരിച്ചോളൂ. സംസാരിക്കുന്നവര് സംസാരിക്കട്ടെ. അങ്ങല്ലല്ലോ, ഞങ്ങളല്ലേ ഫാഷിസ്റ്റ്. അങ്ങ് മിണ്ടാതിരിക്കും. നീ എന്താ അത് ചോദിക്കാത്തെന്ന് വിചാരിച്ചിരിക്കുന്നു. ശ്രീജിത്ത് പണിക്കർ, ഇടപെടാൻ ഇവിടെ മറ്റൊരാളുണ്ടല്ലോ. നിങ്ങൾ അമിതമായ താല്പര്യം കാണിക്കേണ്ടത് പറഞ്ഞ സമയത്ത് മിണ്ടാതിരുന്നത് കൊണ്ട് താങ്കൾ എല്ലായിടത്തും കയറി ചൊറിയുന്ന വർത്താനം പറയരുത്. അല്ലേലും തന്റെയൊക്കെ വായന ഇതല്ലേ പ്രതീക്ഷിക്കാവൂ. ഈ ചർച്ച കൊണ്ടുപോകാൻ പറ്റില്ല. പോലെ പ്രോപ്പർട്ടിയെ വഖഫാക്കുന്നത് പോലെ ഈ ചർച്ച കൊണ്ടുപോകാൻ പറ്റില്ല. അതുകൊണ്ട് മിണ്ടാതിരിക്കും. മറ്റുള്ളവർ സംസാരിക്കണം. കേൾക്കാൻ വേണ്ടിട്ട് മാത്രമല്ലല്ലോ, ഫാദർ പറയുന്നത് എനിക്കും കേൾക്കണം. താങ്കൾ മിണ്ടായിരിക്കും. താങ്കൾ മിണ്ടാതിരിക്കും. ഫാദർ പറയട്ടെ. ഫാദർ പറഞ്ഞ ഞാനും ഇരിക്കുന്നത്. താങ്കൾ മിണ്ടായിരിക്കും. ഫാദർ ഇങ്ങോട്ടൊന്നും പറയണ്ട.
അതെ, മനുഷ്യന്റെ ക്ഷമയ്ക്കൊക്കെ ഒരു അതിരുണ്ട്. താങ്കൾ കണ്ണടച്ചാൽ താങ്കൾക്കേ ഇരുട്ടാവുകയുള്ളൂ, മറ്റുള്ള ആൾക്കാർക്ക് താങ്കളെ കാണുന്നവർക്ക് ഇരുട്ടാവില്ല എന്നുള്ളത് താങ്കൾ മനസ്സിലാക്കുക. ഇങ്ങനെയുള്ള ഒരു നിയമം ഈ സമയത്ത് ആദ്യമായിട്ട് ന്യൂസ് 18ന്റെ ഫ്ലോറിലല്ല നമ്മൾ ചർച്ച ചെയ്യുന്നത്. രാജ്യത്ത് മൊത്തം ചർച്ച ചെയ്താണ്, പാർലമെന്റിൽ ചർച്ച ചെയ്താണ്. എത്രത്തോളം മനുഷ്യവിരുദ്ധമാണ് ഈ നിയമം എന്നതിനെ കുറിച്ച് ഇവിടെ നമ്മൾ സംസാരിച്ചതാണ്. അത് മാത്രമല്ല സുപ്രീം കോടതി അത് അംഗീകരിച്ചതുമാണ്. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. എക്സാക്ട്ലി. അപ്പൊ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഇനി അതിന്റെ സെക്ഷൻ 43 വേണമെങ്കിൽ താങ്കൾ വായിച്ചു നോക്കിക്കോളൂ. ഇത് ജവാദ് ഇതുകൊണ്ട് തന്നെയാണ് ഞാൻ ചോദിച്ചത്, ഭേദഗതി വന്ന സമയത്ത് നിങ്ങൾ ഏതെങ്കിലും ഭേദഗതിയെ അനുകൂലിച്ചിരുന്നോ എന്ന്. കാരണം നിങ്ങൾക്ക് അനുകൂലിക്കാൻ പറ്റില്ലായിരുന്നു. എക്സാക്ട്ലി. അല്ലെങ്കിൽ ജവാദ് പറയേണ്ടത് ശ്രീജിത്ത് പണിക്കർ കള്ളം പറയുന്നു എന്നല്ല, എന്തുകൊണ്ട് കള്ളം പറയുന്നു എന്ന് പറയണം. അതായത് ഈ പറഞ്ഞിരിക്കുന്നത് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നതാണോ അതോ ഇതിന്റെ അർത്ഥം മറ്റൊന്നാണോ എന്ന് പറയണം. ഞാനും അത്യാവശ്യം ഇംഗ്ലീഷ് പഠിച്ചിട്ടുണ്ട്. താങ്കൾ പറയും, നമുക്ക് കേൾക്കാം. ഇവിടെയുള്ള നാട്ടുകാരെല്ലാം കേൾക്കാം. താങ്കളിൽ നിന്നല്ലല്ലോ ആദ്യമായിട്ട് കേൾക്കുന്നത്. പറയും. ജോസിന് എന്താ ഐഡിയ പറയാണ്ട്? എന്താ ജോസേ? അപ്പൊ ആ ചോദ്യം തന്നെ പ്രശ്നമാണ്. ഇവിടുത്തെ മുസ്ലിം പണ്ഡിതന്മാർക്ക് വന്നത് വഖഫ് ഭൂമിയല്ല, അവര് കരമടച്ച് താമസിക്കാനുള്ള അനുവാദം നൽകണം എന്ന് എങ്ങനെയാണ് പ്രഖ്യാപിക്കുക? ഇപ്പൊ വഖഫ് ഭൂമി അല്ല എന്നുള്ള തീരുമാനത്തിൽ നിങ്ങൾ എങ്ങനെ എത്തി? അത് വഖഫ് ഭൂമിയാണോ വഖഫ് ഭൂമിയല്ലേ എന്നത് സാങ്കേതികമായി പരിശോധിക്കേണ്ട ഒന്നാണ്. ഇനി കഴിഞ്ഞ താങ്കൾ പറഞ്ഞത് മനോഹരമായിട്ടാണ് അവർ സംസാരിച്ചത് എന്നാണ്. ഇതാണ് മനോഹരം. ഒരു മിനിറ്റ് മഞ്ജുഷ്, ഭൂമിയല്ല എന്ന തീർപ്പിലെത്തിയെന്നാണോ? അല്ല, താങ്കൾ പറഞ്ഞ അങ്ങനെയല്ലല്ലോ. താങ്കൾ പറഞ്ഞത് മുസ്ലിം മത പണ്ഡിതന്മാർ എത്ര മനോഹരമായിട്ട് പറഞ്ഞു, അവരോട് അവിടെ നിന്ന് ഇറങ്ങി പോകേണ്ടതില്ല എന്ന്. അല്ല, മുസ്ലിം മത പണ്ഡിതന്മാര് അവിടെയുള്ള ആളുകളെ കുടിയൊഴിപ്പിക്കണം, അല്ലാതെ ഒരു കേസിൽ നിൽക്കുന്ന കാര്യത്തിൽ എങ്ങനെയാണ് കരമടച്ച് താമസിക്കാനുള്ള അനുവാദം കൊടുക്കണം എന്ന് ആഹ്വാനം ചെയ്യാം? അങ്ങനെ പറ്റുമോ? നിലപാട് മനോഹരമാണ്. ഇതൊക്കെ വേറൊരു നമ്പർ